ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ സദ്യകളിലൊക്കെ സ്ഥിരം കഴിക്കാറുള്ള രസമാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. പക്ഷേ അതിലും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു രസം ഒരാഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഞാനാണ് മരിയ എൽബിൻ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ രസത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ തന്നെ തയ്യാറാക്കി എടുക്കുന്ന രസക്കൂട്ടാണ്. കാരണം ഇതിൽ നമ്മൾ മുഴുവൻ കുരുമുളകും മുഴുവൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു രസത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൽ എടുക്കുന്നത് ഒരു വലിയ തക്കാളിയാണ്. അത്യാവശ്യം വലിയ തക്കാളിയാണ്. ഈ ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കാം. പിന്നെ 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് അത് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം. രസക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ചെറിയ ടീസ്പൂണോളം ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. വലിയ ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും കുരുമുളകും ഒരേ അളവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ വറുത്തെടുത്തിട്ടുള്ള ഉലുവയുടെ കഷ്ണമാണ്, അതാണ് ഇത്ര വലുതായിട്ടിരിക്കുന്നത്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ വറുത്തെടുക്കുന്നൊന്നുമില്ല, നമ്മൾ അങ്ങനെ തന്നെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് കടുക് താളിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ ചെറിയുള്ളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുകിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു 4 മണി ഉലുവയും കൂടി ചേർത്തിട്ടാണ് കടുക് ഞാൻ പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഞാനിനി ചേർത്ത് കൊടുക്കുന്നത് ചതച്ച വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ അളവ് കൂട്ടണമെങ്കിൽ ഒരു 4-5 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ചതച്ചിട്ടാണ്, അരച്ചിട്ടല്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമ്മൾ തയ്യാറാക്കിയ രസത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രസമായതുകൊണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ തക്കാളിയാണ്, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി, ഒരുപാട് വാടൊന്നും വേണ്ട. നമുക്കിതിലേക്ക് ഫ്രഷായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അവസാനം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വാളംപുളിയാണ്. നല്ല കട്ടിയിൽ തന്നെ പിഴിഞ്ഞെടുത്തതാണിത്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമ്മളിനി ചേർക്കുന്ന ധാരാളം വെള്ളമാണ്. ഒരു 3 കപ്പോളം വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 250 ml അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഉപ്പിൻ്റെ അളവൊക്കെ നോക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിയും ഉപ്പൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഉപ്പിൻ്റെ അളവ് കൂടുതലും കുറവൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് ചെയ്യുന്ന രസം റെഡിയാണ്. അപ്പോൾ നമ്മുടെ രസമൊക്കെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെയാണ് ഈ ഒരു സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫ്ലേവർ കൂട്ടാനായിട്ട് കുറച്ചുകൂടി ഫ്രഷ് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മല്ലിയിലയാണ് രസത്തിന് ശരിക്കുള്ളൊരു ഫ്ലേവർ കൊടുക്കുന്നത്. ആ മണം അതിൻ്റെയാണ്, ആ മല്ലിയില ഫ്രഷായിട്ട് ചേർക്കുന്നതിൻ്റെയാണ് ആ ഒരു ഫ്ലേവർ. അപ്പോൾ നമ്മുടെ രസം ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഈ രസം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട്, അതായത് പെപ്പറൊക്കെ ചേർക്കുന്നത്, കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ രുചികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.